ഇടിക്കാൻ പഴയതുപോലെ മൂടില്ലെന്ന് ഉലക്ക പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ഉലക്കയുടെ മൂട് അങ്ങനെ കൂടെ കൂടെ മാറാൻ പാടുണ്ടോ? ഉലക്കയുടെ ഉപയോഗം തന്നെ ഇടിക്കലാണ്. അപ്പോൾ ഇടിക്കാൻ മൂടില്ലെന്ന് ഉലക്ക പറയുന്നത് പോലെയാണ് നമ്മളുടെ നെഗ്ലിജൻസ് പലപ്പോഴും നമ്മുടെ പേഷ്യൻസിനോടുള്ളത്. നിസ്സാരമായ നെഗ്ലിജൻസിൽ തുടങ്ങി വളരെ ബോധപൂർവമായ മിസ്യൂസ്, അബ്യൂസ് എന്ന് പറയാവുന്ന രീതിയിൽ വരെ ഈ കാര്യങ്ങൾ ചെന്നെത്താറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ. പലപ്പോഴും നമ്മുടെ അനസ്തേഷ്യയിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ലെ കൊമാറ്റോസ് പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ അവർ മയക്കത്തിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തുമാകാം എന്നൊരു ധാരണ ചിലപ്പോഴെല്ലാം ഉണ്ടാകാറുണ്ട്. നമ്മുടെ മെൻ്റലി ചലഞ്ച്ഡ് അല്ലെ ഫിസിക്കലി ചലഞ്ച്ഡ് പേഷ്യൻസ് വരുമ്പോൾ നമുക്കൊരു നിസ്സാരത അവരോട് തോന്നുന്നത്, അവരെ വേണ്ടുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കുന്നത് പലപ്പോഴും പ്രശ്നമാണ്. വർണബിൾ പേഷ്യൻസ് ഉണ്ട്, ഏജ്ഡ് ആയ പേഷ്യൻസ്, നിയോനാറ്റൽ പേഷ്യൻസ് ഒക്കെ സ്പെഷ്യൽ കെയർ വേണ്ടുന്നതാണ്. നെഗ്ലിജൻസ് ഒട്ടും പാടില്ലാത്ത ഏരിയകളാണ്. സോ നമ്മളുടെ മൂഡ് അനുസരിച്ചല്ല നമ്മൾ സർവീസ് കൊടുക്കേണ്ടത്. പേഷ്യൻ്റെ റൈറ്റാണ്, പേഷ്യൻ്റെ ഫാമിലിയുടെ റൈറ്റാണ് അവർക്ക് നമ്മുടെ സർവീസ് ക്രമാനുഗതമായി കിട്ടുക എന്നത്. ഉലക്കയുടെ മൂഡ് നോക്കിയിട്ടല്ല ഇടിക്കേണ്ടത്. ഇനിയിപ്പം ആ മൂഡ് നല്ലതല്ലാത്ത ഒലക്കയാണെങ്കിൽ മാറ്റി വെച്ചിട്ട് വേറെ ഒലക്ക മേടിക്കുക. സോ ഇത്രയേ ഉള്ളൂ. കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PRE 2C, പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ് പ്രൊട്ടക്ഷൻ ഫ്രം നെഗ്ലക്റ്റ് ഓർ അബ്യൂസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് തെറ്റുപറ്റുന്ന ഒരു മേഖലയാണ്. ശ്രദ്ധയോടെ നമുക്ക് ഒരു കൊച്ചു കാര്യം നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാം.